السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല വജഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. തഫ്സീർ പഠനത്തിന് മുമ്പ് നമ്മൾ വളരെ അനിവാര്യമായും പഠിച്ചിരിക്കേണ്ട വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയാണ്. അത് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് രണ്ട് ഷഹാദത്തുകളെ സംബന്ധിച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിലെ ഒന്നാമത്തെ സ്തംഭത്തെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചത്. അതിനുശേഷമുള്ള ഇസ്ലാം കാര്യങ്ങളിലെ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വിട്ടുക, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക, ഹജ്ജ് ചെയ്യുക, ഇതൊക്കെ നേർക്ക് നേരെ അഖീദയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പിന്നീട് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് സാഹചര്യങ്ങൾ എളുപ്പമാകുകയാണെങ്കിൽ സംസാരിക്കാം. ഇനി അതിനുശേഷം നേരത്തെ ഹദീസ് ജിബ്രീലിൽ പറഞ്ഞതുപോലെ ഇസ്ലാം എന്ന മർത്തബ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ മർത്തബ ഈമാൻ എന്ന മർത്തബയാണ്. അപ്പൊ ഈമാനെ പറ്റി ചോദിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ എന്ന പേരിൽ നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള 6 ഈമാൻ കാര്യങ്ങൾ. അപ്പൊ ഈ ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് കടന്നു വരുന്നത് അള്ളാഹുള്ള വിശ്വാസം, ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിന് എന്താണ് ഈമാൻ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് കൊടുക്കുന്ന ഉത്തരവ് ഇതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 6 കാര്യങ്ങളും അതിൽ കൃത്യമായ വിശ്വാസം ഉണ്ടായിരിക്കുക, ശരിയായ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓരോ മുസ്ലിമിനും അനിവാര്യമായും വിശ്വസിക്കേണ്ട 6 അടിസ്ഥാനങ്ങളാണ് നബി സല്ലല്ലാഹു പഠിപ്പിച്ചെന്ന ഈ 6 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ അള്ളാഹുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ചിലതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ചില വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത്? അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മൾ നേരത്തെ വിശദീകരിച്ച വിഷയമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാവരുടെയും ഖാലിഖ്, എല്ലാവരെ സൃഷ്ടിച്ചതും എല്ലാവരുടെയും ഉടമസ്ഥനും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ച വിഷയമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു വിഷയം, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹുവിന് മാത്രമേ എല്ലാ ഇബാദത്തുകളും നൽകാവൂ. അത് പ്രാർത്ഥനയാണെങ്കിലും ബലികർമ്മമാണെങ്കിലും നേർച്ചയാണെങ്കിലും മറ്റേതൊരു ഇബാദത്താകുന്ന എന്തൊരു കാര്യം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അത് അവന് മാത്രമേ അതിന് അർഹതയുള്ളൂ എന്നുള്ള കാര്യവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ശ്രദ്ധിക്കണം, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇബാദത്തും അള്ളാഹുവിന് മാത്രമാക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇബാദത്ത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വിട്ടു നിൽക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരു ഉത്തരവുള്ള അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒഴിവാക്കലുകൾ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസങ്ങൾ, അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംസാരങ്ങൾ. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ റബ്ബിന് വേണ്ടി നമ്മൾ ചെയ്താൽ റബ്ബ് തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും സംസാരങ്ങളും ഒഴിവാക്കലുകളും എല്ലാം, ഇതിനെല്ലാത്തിനും കൂടെ പറയുന്ന പേരാണ്, ഒറ്റൊരു വാക്കാണെന്ത്?
ഇബാദത്ത് എന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ഏതൊരു കാര്യവും റബ്ബിനെ നൽകാവും. ഏതൊരു കാര്യം, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ, പ്രാർത്ഥന എന്നുള്ളത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറയുന്നതായി കാണാം, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രയോ ഇബാദത്തുകൾ വേറുണ്ട്. നിസ്കാരമുണ്ട്, ദിക്റുകളുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, സ്വതക്ക നൽകലും, ഒരുപാട് ഇബാദത്തുകൾ വേറുണ്ട്. നമ്മൾ നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് നോക്കിയേ, പ്രാർത്ഥന തന്നെയാണ്, അത് തന്നെയാണ് ഇബാദത്ത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്നുള്ളത്, ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം എന്നുള്ളത് അത് ദുആ എന്ന ഇബാദത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ദുആ എന്നുള്ള ഇബാദത്താണ്. രണ്ടാമത്തെ കാരണം എന്നുള്ളത്, നമ്മൾ ബാക്കി ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്, നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്നൊരു ദുആ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഉദാഹരണം, നമ്മൾ നിസ്കരിക്കാൻ പറന്ന് നിസ്കരിക്കും. ആ നിസ്കരിക്കും നമ്മുടെ മനസ്സിൽ ഞാനിത് നിസ്കരിച്ചില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ. അപ്പൊ നമ്മളത് നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെ, നാവ് കൊണ്ട് പറയാതെ പറയുന്ന, തേടാതെ തേടുന്നത് എന്താ? റബ്ബേ നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് റബ്ബ് കൽപ്പിച്ച നിസ്കാരം നമ്മൾ കൃത്യസമയത്ത് നിസ്കരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതൊരു പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ട്. ഈ രംഗങ്ങൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തന്നെയാണ് ഇബാദത്ത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ഒരിക്കലും ദുആ ഇബാദത്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഒരാളോടും ദുആ ചെയ്തുകൂടാ. അള്ളാഹുവിന് മാത്രം സാധിക്കുന്നൊരു കാര്യം, അത് പൂർത്തീകരിക്കാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹുൽ വിശ്വസിച്ചവനാവൂല. അൽ ഈമാനു ബില്ലാ എന്നുള്ളത് അവിടെ നഷ്ടപ്പെട്ടു. ഏതുപോലെ? ഉദാഹരണത്തിന് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി സൂറത്തിൽ കാഫിറൂൻ, നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള, ചെറുപ്പം മുതലേ കേട്ട് പരിചയിച്ചിട്ടുള്ള സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. നിങ്ങൾ ആ സൂറത്ത് ശരിക്ക് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് അഭിസംബോധന ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നത് ആരോടാ? മക്കക്കാരോടാ. മക്കക്കാരെ അഭിസംബോധന ചെയ്യാൻ. മക്കക്കാരെങ്ങനെയുള്ള ആൾ? നിങ്ങൾക്കറിയോ മക്കക്കാരുടെ ചരിത്രം? മക്കക്കാർക്ക് അള്ളാഹുവിനെ തീരെ അറിയില്ലാത്ത, അള്ളാഹുവിനെ തീരെ ഇഷ്ടമില്ലാത്ത, തീരെ അള്ളാഹുവിനെ ഒരു ഇബാദത്തും കൊടുത്തിട്ടില്ലാത്ത ആളുകളാണോ മക്കക്കാർ? അല്ല. മക്ക അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ്, അള്ളാഹു ആണ് അവരുടെ സൃഷ്ടാവെന്ന് അംഗീകരിച്ചിരുന്ന ആളുകളാണ്. ആ മക്കക്കാരോട് അള്ള പറയുന്നത് ശ്രദ്ധിക്കണേ. സൂറത്തുൽ കാഫിറൂനിൽ അവരോട് പറയാൻ അള്ള കൽപ്പിക്കുകയാണെന്ത്? വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വലാ അൻതും നിങ്ങളല്ല, ആബിദൂന ഇബാദത്ത് ചെയ്യുന്നവരല്ല, മാ അഅ്ബുദ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ. ഞാൻ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല. ഇബാദത്ത് ചെയ്യുന്നുണ്ട് അവര്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു വൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ അവരെന്തു പറയും? അവർ അള്ളാഹു പ്രാർത്ഥിക്കുകയുള്ളൂ. കപ്പലിൽ കയറുക എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോകുന്ന സന്ദർഭമാണ്. കാറ്റും കോളൊക്കെ വന്ന് കപ്പലിന് നിയന്ത്രണം വിട്ട് എന്താകും എന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവർ റബ്ബിനെ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. ലാത്തെ വിളിക്കൂല, മനാത്തെ വിളിക്കൂല, ഉസ്സയെ വിളിക്കൂല, ആരെയും വിളിക്കൂല. അതുവരെ അവർ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു ആരാധ്യന്മാരെയിൽ സൂര്യനിലേക്ക് തിരിയില്ല, ചന്ദ്രനിലേക്ക് തിരിയില്ല, വലിയിലേക്ക് തിരിയില്ല, നബിയില് ആരിലേക്ക് തിരിയില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു അവര്. പ്രാർത്ഥിക്കുന്ന ആയത്ത്, ഈ ആയത്തിൽ അള്ളാഹ് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയാം. പ്രാർത്ഥന ഇബാദത്താണ്. അവർ ഇബാദത്ത് ചെയ്തിരുന്നു. പക്ഷെ അള്ളാഹ് പറയാണ്, നിങ്ങൾ
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരല്ല. അള്ളാഹ് പറയാം. എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു രണ്ടും രണ്ട് തരത്തിൽ? എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രം ആക്കുന്നത് വരേക്കും നമ്മുടെ ഇബാദത്ത് റബ്ബ് ഇബാദത്തായി പരിഗണിക്കൂല. ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാ ഇബാദത്തും എല്ലാ പ്രവർത്തനങ്ങളും, ഇബാദത്താകുന്ന ഓരോ സംസാരമായിക്കോട്ടെ, പ്രവർത്തനമായിക്കോട്ടെ, വിശ്വാസമായിക്കോട്ടെ, ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആർക്കും നൽകരുത്. എല്ലാവർക്കും സ്റ്റോപ്പ് ചെയ്ത് ഒരാൾക്കും കൊടുക്കാതെ റബ്ബിന് മാത്രം കൊടുക്കുമ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത അള്ളാഹുവിന്റെ അടിമയായി. അതുവരേക്കും നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളല്ല, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളല്ല, നിങ്ങൾ മുസ്ലിങ്ങളല്ല, നിങ്ങൾ മുവഹിദുകളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്. ഇതെല്ലാ കാലഘട്ടത്തിലെ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും ബാധകമാണ്. അവരോടും പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിങ്ങളല്ല, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരല്ല, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നവരോ അല്ല, നരകത്തിന് രക്ഷപ്പെടാൻ പോകുന്നവരോ അല്ല. ഏതുവരേക്കും? നിങ്ങളുടെ എല്ലാ ഇബാദത്തുകളും പ്രാർത്ഥനകളും അള്ളാഹുവിന് മാത്രം ആക്കുന്നത് വരേക്കും. അതാണ് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, എങ്കിലും അതിന്റെ പ്രാധാന്യം കൊണ്ട് വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അവന് മാത്രമായിട്ടുള്ള ചില ക്വാളിറ്റികളുണ്ട്. ആ ക്വാളിറ്റികൾ അത് അവനേ ഉള്ളൂ, വേറെ ആർക്കും അതില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില പ്രത്യേകതകൾ, ഉദാഹരണത്തിന് ഈ ദുനിയാവിൽ ഉള്ള ആളുകൾ, പടപ്പുകളിൽ എത്ര ആളുകൾ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടാവും? ഒരു ദിവസം പോട്ടെ, ഒരു അറ്റ് എ ടൈം, ഒരു സെക്കൻഡിൽ എത്ര കോടി മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ അള്ളാഹുലേക്ക് തിരിയുന്നുണ്ടാവും? എത്ര കൈകൾ അള്ളാഹുലേക്ക് ഉയരുന്നുണ്ടാവും? വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത ആവശ്യങ്ങൾ, വ്യത്യസ്ത സ്ഥലങ്ങൾ, അല്ലേ? ലക്ഷക്കണക്കിന് പ്രാർത്ഥനകൾ ഓരോ പെർ സെക്കൻഡ് വെച്ച് അള്ളാഹുലേക്ക് ഉയരുന്നുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഇതല്ലേ? നമുക്കിപ്പോ ഒരു മൂന്നാൾ നിന്നിട്ട് ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരെന്ത് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, വേർതിരിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ ആകെ ബഹളമായി, കലപിലയായി, നമ്മളൊക്കെ മിണ്ടാതിരിക്കാൻ പറയും, ഏതെങ്കിലും ഒരാളോട് സംസാരിക്കാൻ പറയും, അല്ലെ? അങ്ങനെ നമ്മൾ ചെയ്യാറ്. ഇത്രയും ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വ്യത്യസ്ത ആവശ്യങ്ങൾ, വ്യത്യസ്ത ഭാഷകളാണ്, വ്യത്യസ്ത ആവശ്യങ്ങളാണ്, വ്യത്യസ്ത രൂപത്തിലാണ് ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും ഉത്തരം നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ഈ ദുനിയാവിൽ എന്തെല്ലാം സൃഷ്ടിജാലങ്ങളുണ്ട്, അല്ലെ? ഒക്കെ പോട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുർആനിലെ ആയത്ത് എന്താ? ഒരു ഇല പോലും അള്ളാഹുവിന്റെ അറിവില്ലാതെ കൊഴിയുന്നില്ല, ഒരു ഇല പോലും. എത്ര മരങ്ങളുണ്ട്! സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിൽ എന്തൊക്കെ ടൈപ്പ് മരങ്ങളുണ്ട്, എന്തൊക്കെ രൂപത്തിലുള്ള മരങ്ങളുണ്ട്. ഓരോ മരത്തിലും ഒരു മരത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ഇലകളുള്ള മരങ്ങളുണ്ട്. അങ്ങനെ അത്രയും ഇലകൾ ഈ ദുനിയാവിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു ഇല പോലും അള്ളാഹുവിന്റെ അറിവ് കൂടാതെ, അവന്റെ ഉദ്ദേശം ഇല്ലാതെ, അവൻ കൽപ്പിക്കാതെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴൂല. അപ്പൊ എന്തായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത്, അവന്റെ ഇൽമ്, അവന്റെ മഹത്വം? ഇതുപോലെ ധാരാളം വിഷയങ്ങൾ റബ്ബിന് മാത്രം യോജിക്കുന്ന, അവന് മാത്രമേ ഉള്ളൂ എന്ന് ഖുർആനിൽ അല്ലാഹ് ആവർത്തിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ. അത് അവന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. റബ്ബിനെ അങ്ങനെ എന്ന് നമ്മൾ വിശ്വസിക്കണം. ഏതുപോലെ? ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തെറ്റുകൾ അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് പുറത്തു തരിക എന്ന് ചോദിക്കണം. അതിന്റെ അർത്ഥം വേറെ ആരും പുറത്തു തരൂല, വേറെ ആർക്കും അതിനുള്ള അധികാരമില്ല.
തെറ്റുകൾ പുറത്തു തരിക എന്നുള്ളത് റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ്. വേറെ ആർക്കും അതിന് സാധിക്കില്ല. റബ്ബ് പുറത്തു തന്നാൽ പുറത്ത് കിട്ടി, രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും വിട്ടു തന്നാലും റബ്ബ് വിട്ടു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും, പ്രയാസത്തിലാവും, രക്ഷപ്പെടാൻ കഴിയൂല. ഇപ്പൊ പൊറുപ്പിക്കപ്പെടുക, തെറ്റുകൾ വിട്ടുതരിക എന്നുള്ളത് അതിന്റെ പൂർണ്ണമായ അധികാരം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. മനസ്സിലാൻ വേണ്ടി പറയണേ, തെറ്റുകൾ പുറത്തു തരിക അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. അപ്പൊ നമ്മൾ തെറ്റുകൾ പുറത്തു കിട്ടാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് പരാതി പറയാണ്, അല്ലെങ്കിൽ അയാളും നമ്മുടെ തെറ്റുകൾ പുറത്തു തരും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അതെന്തായി? അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പങ്കു ചേർക്കലായി, ശിർക്ക് ചെയ്യലായി, തൗഹീദ് നഷ്ടപ്പെട്ടു, അവന്റെ ഈമാൻ ഇല്ലാതായി. ഏതുപോലെ അത് കേട്ടിട്ടുണ്ടാവും, മൗലീദ് എന്ന് പറയുന്ന പല മൗലീദുകളുണ്ട്. അതിൽ ചില മൗലീദുകളുടെ വരികൾ നമ്മുടെ നാട്ടിലേക്ക് വളരെ ഫേമസ് ആണ്. എന്താണ്? ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അല്ലെ, ഷറഫുല്ലന മൗലീദിലെ വരിയാണ്. എന്താണ് അതിൽ പറയുന്നത്? ഞാൻ അറ്റമില്ലാത്ത എണ്ണമില്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി. ആ തെറ്റുകളുടെ വിഷയത്തിൽ ഞാൻ എൻ്റെ ആവലാതി പറയുന്നത് ഏറ്റവും ഖൈറുൻ നബിമാരിലെ ശ്രേഷ്ഠനായ അള്ളാഹുന്റെ റസൂലെ താങ്കളോടാണ് എന്ന് പറയാം. ഒന്ന് ചിന്തിച്ചു നോക്കി, അങ്ങനെ ആവലാതി പറയാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്താ? അള്ളാഹുവിന് പുറമെ തെറ്റുകൾ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുറത്തു തരും എന്ന ചിന്തയാണ് അയാൾ അതിന് പ്രേരിപ്പിച്ചതെങ്കിൽ അയാൾ മുശ്രിക്കാണ്. ഈ വാക്ക് ഷിർക്കിന്റെ സംസാരമാണ്. അത് വളരെ ശ്രദ്ധിക്കും. ഇതുപോലൊരു, ഞാനിത് ഉദാഹരണത്തിന് മാത്രം പറഞ്ഞു. ഇപ്പോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. റസൂലെ, താങ്കൾ പറയണം, അള്ളാഹ് കൽപ്പിക്കണം, നീ പറഞ്ഞു കൊടുക്കണം, ആകാശത്താവട്ടെ ഭൂമിയിലാവട്ടെ ഗൈബായിട്ടുള്ള കാര്യം അള്ളാഹുനല്ലാതെ ഒരാൾക്കും അറിയൂല. ഗൈബ് എന്നുള്ളത് വെച്ചാൽ മറഞ്ഞ കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്ക് ഗൈബ് അറിയാം, നിങ്ങൾ എന്നോട് ചോദിച്ചോ. നിങ്ങളൊരു കച്ചവടം നടത്താൻ പോകുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, എപ്പോഴാണ് നടത്താൻ പോകുന്നത്, എന്ത് കച്ചവടമാണ്, അത് ലാഭകരമാവോ നഷ്ടകരമാവോ എന്ന് ഞാൻ പറഞ്ഞുതരാം എന്നൊരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ അവൻ കളവാക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തിനാണ്. അള്ളാഹ് പറയണ ഗൈബ് അള്ളാഹുവിനെ അറിയുള്ളൂ, ഇവൻ പറയുന്നു ഇവനും അറിയാം. അല്ലേ, ജ്യോത്സ്യന്മാര്, അത് പണ്ടൊക്കെ ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞാൽ അമുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളാണ് നമ്മൾ മനസ്സിൽ ഓർമ്മ വരും. പക്ഷെ ഇന്ന് ജ്യോത്സ്യന്മാര് തലയെക്കെട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. മുസ്ലിം വേഷധാരികളായിട്ടുള്ള, ഇസ്ലാമിന്റെ പേരിൽ ജ്യോത്സ്യപ്പണി നടത്തുന്ന, എന്നാൽ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റാത്ത ആളുകൾ. ഇത്തരത്തിൽ ഒരാൾ വിശ്വസിക്കുകയാണെന്ത്, അള്ളാഹുവിന് പുറമെ മറ്റൊരാൾക്ക് ഗൈബ് അറിയാമെന്ന് വിശ്വസിച്ചാൽ അയാൾ മുസ്ലിം ആവുകയില്ല. കാരണം അവന്റെ ഈ അള്ളാഹുവിന്റെ വിശ്വാസം എന്തായിട്ടില്ല, ശരിയായിട്ടില്ല. ഇതുപോലെ ഒരുപാട് പ്രത്യേകതകൾ, റബ്ബിന് മാത്രമുള്ള ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് മാത്രമുള്ള ഒരുപാട് പ്രത്യേകതകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം പ്രത്യേകതകളെല്ലാം അള്ളാഹുവിനേ ഉള്ളൂ, അത് വേറെ ആർക്കും ഇല്ല. ആ പ്രത്യേകതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, അവൻ ഒരു സൃഷ്ടികളെയും പോലെയല്ല. വളരെ ശ്രദ്ധിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവ്, അവനെ പോലെ ഒരു സൃഷ്ടിയുമില്ല, അവനെ പോലെ ഒരു സൃഷ്ടിയില്ല. ഇപ്പൊ ഉദാഹരണം മനസ്സിലാൻ വേണ്ടി ഇപ്പൊ എന്തെങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല്, ഈ വഴി തെറ്റുന്ന, വഴി പഴയ്ക്കുന്ന, കുഫറിലേക്കൊക്കെ എത്തുന്ന
നരകത്തിലേക്ക് എത്തുന്ന ആളുകളൊക്കെ നരകത്തിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അള്ളാഹുവിനെ സൃഷ്ടികളുമായിട്ട് പല വിഷയങ്ങളിലും കമ്പയർ ചെയ്തു എന്നുള്ളതാണ്. താരതമ്യപ്പെടുത്തി. സൃഷ്ടികളെ ഇങ്ങനെ ഇതുപോലെ ഈ രാജാവിനെ പോലെ ആയിരിക്കും അള്ളാഹു, അല്ലെങ്കിൽ ഇന്നൊരു അധികാരിയെ പോലെ ആയിരിക്കും അള്ളാഹു, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയെ പോലെ ആയിരിക്കും അള്ളാഹു, അല്ലെങ്കിൽ ഇന്നൊരു പ്രതിഭാസത്തെ പോലെ ആയിരിക്കും അള്ളാഹു. ഇങ്ങനെ സൃഷ്ടികളുമായി റബ്ബിനെ താരതമ്യപ്പെടുത്തിയത് കൊണ്ടാണ് വഴി തെറ്റിയവർക്കൊക്കെ വഴി തെറ്റിയത്, നരകത്തിലേക്ക് എത്തിയവരൊക്കെ നരകത്തിലേക്ക് എത്തി. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം എളുപ്പത്തിൽ മനസ്സിലാവാൻ. ഇപ്പോ പണ്ട് കാലത്തെ രാജാക്കന്മാർ, ആ രാജാവ് വളരെ ശക്തനായ അധികാരിയാണെങ്കിലും അയാളുടെ മുന്നിൽ ചെന്നൊരു ആവശ്യം ഉന്നയിക്കാൻ സാധാരണ പ്രജകൾ ഭയപ്പെടുമെങ്കിലും ആ രാജാവിന്റെ വളരെ അടുത്ത ചില ബന്ധുക്കൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ആ രാജാവിന്റെ ഉപ്പാന്റെ സഹോദരൻ, മനസ്സിലാൻ വേണ്ടി പറയണേ. ആ രാജാവ് നല്ല സ്വാലിഹായ വ്യക്തിയാണ്. ഒരു ഹറാമും എന്ത് ചെയ്യില്ല, രാജ്യത്ത് നടക്കാൻ അനുവദിക്കാത്ത രാജാവ്, സ്വാലിഹായ ഒരു രാജാവ്. പക്ഷെ ആ രാജാവിന്റെ ഉപ്പാന്റെ സഹോദരനാണെങ്കിൽ വളരെ വൃത്തികെട്ട ഒരാളാണ്. ഈ രാജാവിനാണെങ്കിൽ ഈ ഉപ്പാന്റെ സഹോദരന്റെ അനുവാദം ഇല്ലാതെ ഈ രാജാധികാരത്തിൽ തുടരാൻ കഴിയില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ്. കൊട്ടാരത്തിൽ ഏറ്റവും മുതിർന്ന കാരണവർ എന്ന നിലയ്ക്ക് അയാളുടെ പെർമിഷൻ കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ അധികാരം സ്മൂത്ത് ആയിട്ട് ഈ രാജഭരണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടു പോകും, വേറെ ഏതെങ്കിലും തെമ്മാടികൾ വന്ന് ഭരണം ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ഈ രാജാവിന് ഈ ഉപ്പയുടെ സഹോദരനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ എല്ലാ കൊട്ടാരങ്ങൾ നടക്കുന്ന കേസുകളാണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ വൃത്തികേടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ രാജാവിന്റെ മുന്നിൽ ചെന്നിട്ട് അത് ചെയ്തു തരണം, ഇതിങ്ങനെ ആക്കിത്തരണം എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യും, ഈ രാജാവിന്റെ ഉപ്പാന്റെ സഹോദരനെ ചെന്ന് കാണും. അയാൾക്കത് ഇഷ്ടമുണ്ടാവും. അപ്പൊ ആ ഉപ്പാന്റെ സഹോദരൻ എന്ത് ചെയ്യും, രാജാവിന്റെ മേൽ പ്രഷർ ചെലുത്തും, സമ്മർദ്ദം ചെലുത്തും. അപ്പൊ രാജാവ് എന്ത് ചെയ്യും, നടത്തി കൊടുക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് നടത്തുന്നത് എന്ന് ചിന്തിച്ചിട്ടാണ് ഇന്നത്തെ മിക്ക ത്വരീഖത്തിന്റെ ആളുകളും ഒരു പേടിയില്ലാതെ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ത്വരീഖത്തുകളുണ്ട്. ഖാദിരി, ചിശ്തി, സഹറവർദി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ത്വരീഖത്തിന്റെ ആളുകളുണ്ട്. അവരൊക്കെയും വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഷെയ്ഖ്, ഈ ത്വരീഖത്തിന്റെ തലപ്പത്തുള്ള ഹെഡ്, അയാൾ ഇതുപോലെ ഈ രാജാവിന്റെ അടുക്കൽ ആ രാജാവിന്റെ ബന്ധു വന്ന് നിർബന്ധിച്ചിട്ട് ഇയാളുടെ കാര്യം നടത്തി കൊടുത്ത പോലെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഷെയ്ഖ് എന്ത് ചെയ്യും, നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യും, ഇയാളെ നരകത്തിന് രക്ഷപ്പെടുത്തും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. മുസ്ലിം നാമധാരികൾ എന്ന് ആ പേരിൽ വാദിച്ച് നടക്കുന്ന ആളുകൾ ധാരാളക്കണക്കുണ്ട്. നിങ്ങൾക്ക് ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡിഫായി മാലയിലും മറ്റുമൊക്കെയുള്ള ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കാൻ പറഞ്ഞ, റൂഹ് എടുക്കാൻ കൽപ്പിച്ച ഒരു റൂഹിനെ ആ ഷെയ്ഖ് തിരിച്ചു പോയി ആ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് തട്ടി തിരിച്ച് തെറിപ്പിച്ച് വാങ്ങുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ അള്ളാഹുവിന് സൃഷ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നിടത്ത് ഒരാൾ നശിച്ചു തുടങ്ങും, ഒരാൾ നരകത്തിലേക്ക് ഉള്ള വഴി അവന്റെ സ്റ്റാർട്ട് ചെയ്യും, സഞ്ചാരം ആരംഭിക്കും. ഒരിക്കലും ഒരു വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടേത് പോലല്ല, ഒരു കാര്യത്തിലും. ഉദാഹരണം, ഖുർആൻ എന്താണ്? നമ്മൾ ഓതുന്ന നമ്മുടെ വീടുകളിൽ മുസ്ഹഫുകൾ ഉണ്ടല്ലോ, ആ മുസ്ഹഫുകൾ, അതിൽ അടങ്ങിയിട്ടുള്ള ഖുർആൻ അതെന്താണ്? അള്ളാഹുവിന്റെ സംസാരം, കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് വിശ്വസിക്കാൻ, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അവര് സംസാരം എന്ന് പറയുമ്പോൾ ആദ്യം അവരെന്ത് ചെയ്യും, സൃഷ്ടികളുടെ സംസാരവുമായിട്ട് അതിനെ കമ്പയർ ചെയ്യും. അവിടെ തന്നെ പഴച്ചു, അവിടെ തന്നെ പഴവ് സംഭവിക്കുകയാണ്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയുമ്പോൾ ഒരിക്കലും സൃഷ്ടികളുടെ സംസാരത്തെ കമ്പയർ ചെയ്യരുത്. ഒരു സൃഷ്ടിയുടെ സംസാരം പോലെയുമല്ല അള്ളാഹുവിന്റെ സംസാരം. പക്ഷെ സംസാരമാണോ? സംസാരമാണ്. എങ്ങനെ അതിന്റെ രൂപം നമുക്കറിയില്ല. നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ സംസാരം ഏത് രൂപത്തിലാണെന്ന് പറയാം.
അള്ളാഹുവിന്റെ വജ്ഹ് മുഖമുണ്ട്, ഫേസ്. വയബ്ഖാ വജ്ഹു റബ്ബിക, അള്ളാഹുവിന്റെ വജ്ഹ് ബാക്കിയാവും. എന്താണ് വജ്ഹ്? ഫേസ് ആണ്. സൃഷ്ടികളുടെ ഫേസ് പോലെയാണോ? അല്ല. അള്ളാഹുവിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പോലെയാണ്, അള്ളാഹുവിന് അനുയോജ്യമായ അവനെ ഇണങ്ങുന്ന രൂപത്തിലാണ്. ഒരു സൃഷ്ടികളുടെ ഫേസ് പോലെയുമല്ല അള്ളാഹുവിന്റെ ഫേസ്, വജ്ഹ്. എന്നാൽ വജ്ഹാണോ? അതെ, വജ്ഹ് തന്നെയാണ്. ബൽ യദാഹു മബ്സൂത്തതാൻ, അള്ളാഹുവിന്റെ രണ്ട് കൈകൾ നിവർത്തി വെക്കപ്പെട്ടതാണ്. രണ്ട് കൈകൾ അള്ളാഹ് പഠിപ്പിച്ചു തരണം ഖുർആൻ. ഇതുപോലെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് ആയത്തുകൾ, ഹദീസുകളൊക്കെ ധാരാളം ഉണ്ട്. സ്വഹാബത്തിനെ പറ്റി പറഞ്ഞെന്താ? സൂറത്ത് തൗബയില് റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. തൃപ്തിപ്പെടുക. ജൂതന്മാരെ പറ്റി പറഞ്ഞെന്താ? മഗ്ദൂബി അലൈഹിം, കോപം ലഭിക്കപ്പെട്ട ആൾ. ആരോ കോപിച്ചതാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല. യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ഇറങ്ങി വരും. അള്ളാഹു ഒന്നാനാകാശത്തേക്ക്. എപ്പോ? എല്ലാ ദിവസവും മൂന്നിലൊന്ന്, രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കി നിൽക്കും. അതൊന്നും ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകേണ്ടതില്ല. നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളത് സൃഷ്ടികളുടെ ഇറക്കവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അള്ളാഹുവിനെ പറ്റി വിവരമില്ലാത്ത ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു ഇവിടെ ഇറങ്ങുമ്പോൾ അമേരിക്കയിൽ പകലല്ലേ, പിന്നെ മറ്റേ രാജ്യം ഇവിടെ ഇറങ്ങി അപ്പത്തന്നെ അപ്പുറത്ത് ഇറങ്ങി. ഇതൊക്കെ ഇങ്ങനത്തെ ചിന്തകൾ, ഇങ്ങനത്തെ തോന്നലുകൾ തന്നെ വരുന്നത് എന്തുകൊണ്ടാ? സൃഷ്ടികളുമായിട്ട് അള്ളാഹുവിനെ ചെയ്യുന്നതുകൊണ്ടാണ്. സൃഷ്ടികളുമായിട്ട് അള്ളാഹുവിനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയോ, അള്ളാഹു എല്ലാത്തിന്റെയും മുകളിലാണ്, എല്ലാത്തിന്റെയും മുകളിലാണ്. അവൻ ഇറങ്ങുമ്പോഴും അവൻ എല്ലാത്തിന്റെയും മുകളിലാണ്. അങ്ങനെ ഏത് സൃഷ്ടിയാ ഉള്ളത്? ഒരു സൃഷ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഒന്നുകിൽ എന്ത് ചെയ്യും? ഇറങ്ങിക്കഴിഞ്ഞാൽ താഴേക്ക് എത്തും, കയറിയാൽ മുകളിലേക്ക് എത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറക്കം അങ്ങനെയാണോ? അല്ല. ഞാനത് പറയുന്നത്, നമ്മൾ ഒരു വിഷയത്തിൽ ഒരു റബ്ബിനെ പടപ്പുകളുമായിട്ട് താരതമ്യം ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അത് ഏറ്റവും വലിയ അബദ്ധം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും നമ്മുടെ വിശ്വാസം മൊത്തം പഴച്ചു പോകാനും നമ്മൾ നരകത്തിലേക്ക് എത്തിച്ചേരാനും ആ ഒരൊറ്റൊരു കാരണം മതി. അതുകൊണ്ടല്ലേ സൂറത്തുൽ ഇഖ്ലാസ് നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന സൂറത്താ, ഖുറാന്റെ മൂന്നിലൊന്നാണെന്ന് പഠിപ്പിച്ച സൂറത്താ. ആ സൂറത്തിന്റെ അവസ്ഥായത്ത് എന്താ? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ഒന്നുമില്ല, ഒന്നുമില്ല, അവനെ പോലെ ഒന്നുമില്ല. ഒരു കാര്യവും അള്ളാഹുവിനെ പോലല്ല. അപ്പൊ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാനമാണ്. റബ്ബിനെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു അടിസ്ഥാനം. അധികം ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത കാര്യം എന്താ? ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് വ മലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ തന്നെയാണ്. നമുക്കറിയാം, അള്ളാഹു സൃഷ്ടാവായി അള്ളാഹു മാത്രം, ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അപ്പൊ ഈ സൃഷ്ടികളിൽപ്പെട്ടൊരു വിഭാഗമാണ് മലക്കുകൾ. മലക്കുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ പോലെയും ജിന്നുകളെ പോലെയല്ല. ജിന്നുകളും മനുഷ്യന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കൽപ്പനകൾ അത് അനുസരിക്കാനും ധിക്കരിക്കാനും റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടിനുമുള്ള എളുപ്പം, കഴിവ് നൽകിയിട്ടുണ്ട്, ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും. അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹറാം ചെയ്യാൻ പറ്റിയിട്ടും ആരാണ് ഹറാം ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മലക്കുകൾ അങ്ങനല്ല. മലക്കുകൾ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല അവരൊരിക്കലും ധിക്കരിക്കൂല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് എന്താണോ കൽപ്പിക്കുന്നത് അവരെന്ത് ചെയ്യും? അങ്ങനെ തന്നെ ചെയ്യും. അള്ളാഹുവിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിനെ അവർ ധിക്കരിക്കൂല. അതാണ് മലക്കുകളുടെ പ്രത്യേകത. നമ്മൾ ശ്രദ്ധിക്കണം, മലക്കുകൾ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, ജിന്നുകളെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, തീയുടെ ജ്വാലയിൽ നിന്നാണ്. എന്നാൽ മലക്കുകളെ സൃഷ്ടിച്ചത് വെളിച്ചത്തിൽ നിന്നാണ്. തീയും വെളിച്ചമുള്ള വ്യത്യാസം നമുക്ക് അറിയാമല്ലോ. തീ എന്ന് പറയുന്നത് വെളിച്ചം നൽകുന്ന ആ ഒരു വസ്തുവാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു കാര്യമാണ് വെളിച്ചം. ഈ വെളിച്ചത്തിൽ നിന്നാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചത്. എന്ന് മാത്രമല്ല, ഈ മലക്കുകൾ
അതിന്റെ എണ്ണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാതെ അറിയില്ല. അത്രയും അധികം മലക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിരുന്നത് കാണാം. അത്തത്തിസ് സമാ വഹുഖ്ഖ ലഹാ അൻ തഇത്ത്. അത്തത്തിസ് സമാ പറഞ്ഞാൽ നമ്മൾ പഴയ വീടുകളിൽ മച്ചൊക്കെ ഉണ്ടാവും, വീടിന്റെ മുകളിൽ ഓടിട്ട വീടുകളാണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു മരത്തിന്റെ മിമ്പർ ഉണ്ടെന്ന് വിചാരിക്കും. ആ സാധനത്തിൽ അല്ലെങ്കിൽ ഒരു ഒട്ടകമോ അങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു കപ്പാസിറ്റി ഉണ്ടാവും, വെയിറ്റിന്റെ ഒരു മാക്സിമം ലോഡിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റിയുടെ മാക്സിമം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അത്രയും ലോഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഞെരുക്കം വരും, ഒരു സൗണ്ട് വരും. അതിനാണ് അത്തത്ത് എന്ന് പറയാം. അങ്ങനത്തെ ഒരു സൗണ്ട് എന്തിനു വരുന്നുണ്ട്? വിശ്വാസം പറയുന്ന ആകാശത്തിന് അങ്ങനത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ആകാശത്തിന് അങ്ങനത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. എന്താണ് എന്നിട്ട് പറയാണ്? അങ്ങനെ സൗണ്ട് വരാൻ ആ ആകാശം അർഹതപ്പെട്ടതാണ്. എന്നിട്ട് പറയാണ്, 4 വിരലുകൾ കൂട്ടിവെക്കാൻ ആകാശത്ത് എവിടെയെങ്കിലും സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അവിടെ സുജൂദ് ചെയ്യുന്നൊരു മലക്കുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകൾ തിങ്ങി നിറഞ്ഞിട്ട്, ആകാശം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സൃഷ്ടിപ്പാണ്. അല്ലാഹു വല അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. നിങ്ങളാണോ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ആളുകൾ, അതല്ല ആകാശമാണോ? നാം മനുഷ്യന്മാരോട് ചോദിക്കാം. മനുഷ്യന്മാരെക്കാളൊക്കെ എത്രയോ ഇരട്ടി ശക്തിയുള്ള സ്ട്രെങ്ത് ഉള്ള സൃഷ്ടിപ്പാണ് ആകാശം. ആ ആകാശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കപ്പാസിറ്റിന്റെ മാക്സിമം എത്തിയിട്ടുണ്ട് വെയിറ്റിന്റെ. എന്തുകൊണ്ടാ? അത്രയും മലക്കുകൾ ആ ആകാശത്ത് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നാണ്. 7ാം ആകാശത്തിൽ ഒരു ഭവനമുണ്ട്, ബൈത്തുൽ മഅമൂർ. ആ ഭവനത്തിൽ മലക്കുകൾ ഇങ്ങനെ ഒരു ബാച്ച് ആയിട്ടാണ്, ഗ്രൂപ്പായിട്ട് 70,000 മലക്കുകൾ ഒരു ഗ്രൂപ്പ് പ്രവേശിക്കും. അവരിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 70,000 പ്രവേശിക്കും. ഇതിലെന്താണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കയറിയ 70,000 പിന്നീട് ഒരിക്കലും കയറുകയില്ല എന്ന് മാത്രമല്ല, ഇതുവരേക്കും ഈ 70,000 പ്രവേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്, സ്റ്റോപ്പായിട്ടില്ല. അപ്പൊ എത്ര മലക്കുകൾ ഉണ്ടാവും! സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, ഈ മലക്കുകൾക്ക് പല പ്രത്യേകതകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പല ജോലികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും, ചില മലക്കുകൾക്ക് പ്രത്യേകിച്ചൊരു ജോലിയൊന്നുമില്ല. അവർ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അങ്ങനെ ജീവിക്കാം. ഇബാദത്ത് ചെയ്ത് അങ്ങനെ ഇബാദത്തിൽ തന്നെയാണ്. ചിലര് സുജൂദിൽ തന്നെയാണ്, ചിലര് ദിക്റുകളിൽ തന്നെ, ചിലർ ഇസ്തിഗ്ഫാർ. ഓരോരുത്തരും ഓരോ ഇബാദത്തുകൾ അങ്ങനെ മുഴുകി അങ്ങനെ ജീവിതത്തിൽ ഒരു മടുപ്പ് അവർക്ക് ഉണ്ടാവില്ല. നമ്മളിപ്പോ കുറെ ഇബാദത്ത്, എത്ര നല്ല തഖ്വയുള്ള ആളാണെങ്കിലും ഇബാദത്തുകൾ തുടർച്ചയായി ചെയ്താൽ ക്ഷീണം വരും, ചെറിയൊരു മടുപ്പ് വരും. അത്ര ഈമാനില്ലാത്ത ആളുകളാണെങ്കിൽ മടുപ്പ് വരും, കോട്ടുവായിടും, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നും. ഇപ്പൊ മാനുഷികമാണ്. മലക്കുകളൊക്കെ അങ്ങനെ ഇല്ല. മലക്കുകൾക്ക് എത്ര ഇബാദത്ത് ചെയ്താലും അവർക്കൊരു പ്രയാസം ഉണ്ടാവും. എത്രത്തോളം നബി സല്ലല്ലാഹു പഠിപ്പിച്ചിരുന്നുണ്ട്, അള്ളാഹു സൃഷ്ടിച്ച അന്ന് മുതൽ സുജൂദിൽ കിടക്കുന്ന ചില മലക്കുകളുണ്ട്. അള്ളാഹു അന്നാണോ അവരെ ആ മലക്കുകളെ സൃഷ്ടിച്ചത്, അന്ന് മുതൽ ആ മലക്കുകൾ സുജൂദിൽ തന്നെയാണ്. ചിന്തിച്ചു നോക്ക്, എത്ര വർഷങ്ങളായിട്ടുണ്ടാവും. അത്രയും വർഷങ്ങളായിട്ടും അവർ സുജൂദിൽ തന്നെയാണ്. എന്താണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മലക്കുകൾ റബ്ബ് എത്രയോ വർഷങ്ങൾ കഴിയുമ്പോൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അന്നാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഒരുപാട് കാലഘട്ടം കഴിഞ്ഞ് റബ്ബ് ഇവർക്ക് പെർമിഷൻ കൊടുക്കും തല ഉയർത്താൻ, റബ്ബിലേക്ക് നോക്കാൻ. അപ്പൊ റബ്ബിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഈ മലക്കുകൾ പറയും, റബ്ബേ, ഞങ്ങൾ ഒരിക്കലും നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നത്. ഈ വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ ഇബാദത്തിൽ കഴിച്ചു കൂട്ടിയ, സുജൂദിൽ തന്നെ കിടന്ന ദിക്റുകളും ദുആകളും ചെയ്ത ആ മലക്ക് പറയാണ്, റബ്ബേ, നിനക്ക് യോജിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്തിട്ടില്ല റബ്ബേ എന്ന്. റബ്ബിനെ കാണുമ്പോൾ അത് ബോധ്യപ്പെടും മലക്കുകൾക്ക്. അത്രയും മഹത്വമുള്ളവനാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല. അതേപോലെ ചില കർത്തവ്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഇപ്പോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, അത് സംസാരമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും, ഇനി പോട്ടെ മനസ്സിലുള്ള ചിന്തകൾ പോലും, ചിന്ത എന്ന് പറഞ്ഞാൽ വെറുതെ ശൈത്താൻ ഇട്ടിരുന്ന വസ്വാസൊന്നും എഴുതി വെക്കൊന്നുമില്ല.
നമ്മൾ ചിന്തിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ആരോടെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ചിന്തകൾ എഴുതി വെക്കുക. അങ്ങനെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ എഴുതി വെക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളുണ്ട്. നന്മ എഴുതി വെക്കുന്ന ഒരു മലക്കും തിന്മ എഴുതി വെക്കുന്ന ഒരു മലക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് സംരക്ഷണത്തിന് വേണ്ടി റബ്ബ് ഏൽപ്പിച്ച മലക്കുകളുണ്ട്. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി റബ്ബ് ഏൽപ്പിച്ച ചില മലക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ, നമ്മുടെ സ്വന്തം നഫ്സിനെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള ഷെയ്ത്താനാണ്. ഷെയ്ത്താനാണെങ്കിൽ ജിന്നു വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് നമ്മൾക്ക് അതിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. നമ്മൾ കാണാത്ത ശത്രുവാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇത്രയും വലിയ ശത്രു, നമ്മളോട് അങ്ങേയറ്റത്തെ പകയുള്ള ശത്രു, നമ്മൾ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ആഗ്രഹമുള്ള ആ ശത്രുവിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല. എത്രമാത്രം ഡേഞ്ചറാണത്. പക്ഷെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഷെറുകൾ ബാധിക്കുന്നുണ്ടോ? തൗഹീദുള്ള, കൃത്യമായി നിസ്കാരം നിലനിർത്തുന്ന, ഹറാമുകൾ വിട്ടു നിൽക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് പറ്റിക്കഴിഞ്ഞാൽ തൗബ ചെയ്യുന്ന ഒരാൾക്ക് അയാളെ ഷെയ്ത്താൻ എന്തെങ്കിലും ഷെറ് വരുത്താൻ കഴിയും? ഒരു ഷെറും വരുത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ? റബ്ബ് സംരക്ഷണത്തിന് വേണ്ടി ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട്. അതുപോലെ ധാരാളം പല കർത്തവ്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ടുവരാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. മീകായിൽ അലൈഹിസ്സലാം മഴ പെയ്യിപ്പിക്കാനും ചെടി മുളപ്പിക്കാനും ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അദ്ദേഹം കാഹളത്തിൽ ഊതുമ്പോഴാണ് ലോകം അവസാനിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടലൊക്കെ കാഹളത്തിൽ ഊതുമ്പോഴാണ്. ഇങ്ങനെ പല കർത്തവ്യങ്ങൾ പഠിപ്പിച്ചതിന് പേര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ? ഖബറിൽ വെച്ച് ചോദിക്കപ്പെടുന്ന ചോദ്യം ചോദിക്കുന്ന രണ്ട് മലക്ക്. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു 3 ചോദ്യങ്ങൾ ചോദിക്കുന്ന 2 മലക്കുകൾ. അതിന്റെ പേര് മുൻകർ നക്കീർ എന്നാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നരകത്തിന്റെ കാവൽക്കാരൻ, അതിന്റെ ഒരുപാട് കാവൽക്കാരുണ്ട്. അതിന് നേതാവിന്റെ പേര് മാലിക് ആണെന്ന് പഠിപ്പിച്ച ഖുറാനിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ മലക്കുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വിശ്വസിക്കണം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു മജ്ലിസ്, ദീൻ പഠിക്കുന്ന മജ്ലിസ് ഒരു സദസ്സാണല്ലോ. ഇങ്ങനത്തെ മജ്ലിസുകളിൽ മലക്കുകൾ ഹാജരാകുന്നു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ മലക്കുകൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അപ്പൊ ഈ ഒരു വിശ്വാസം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ചില ചിന്തകളുണ്ട്. എന്താണ്? ഒരു ഉദാഹരണത്തിന് ഞാൻ ചില കാര്യങ്ങൾ പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്, ഞാനൊക്കെ, എന്നെ പോലത്തെ കുറച്ച് ഈ ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനെ ദീനെ പിൻപറ്റാൻ, ഇവിടെ ഈ ദീൻ നിലനിർത്താൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ പോലത്തെ കുറച്ച് മനുഷ്യരും ജിന്നുകളിലും പെട്ട ചെറിയ ന്യൂനപക്ഷം വരുന്ന കുറച്ച് പടപ്പുകൾ മാത്രമേ റബ്ബിനെ ധിക്കരിക്കുന്നവരായിട്ടുള്ളൂ. ബാക്കി എല്ലാം റബ്ബിന് വഴിപ്പെട്ട സൃഷ്ടികളാണ്. എല്ലാം സൂര്യനോ മരങ്ങളോ മലകളോ എല്ലാം, മത്സ്യങ്ങൾ, ഉറുമ്പുകൾ, മലക്കുകൾ, എല്ലാ സൃഷ്ടിജാലങ്ങളും റബ്ബിന് വഴിപ്പെട്ടവർ. ആകെ റബ്ബിനെ ധിക്കരിക്കുന്നത് ഈ ന്യൂനപക്ഷം വരുന്ന, വളരെ മൈനോറിറ്റി വരുന്ന ഈ കുറച്ച് മനുഷ്യന്മാരും ജിന്നുകളും മാത്രമാണ്. പല ആൾക്കാർ തെറ്റിദ്ധാരണ, ഞാനൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ ദീന്റെ അവസ്ഥയൊക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായ നമുക്ക് നല്ലത്. നമ്മൾ റബ്ബിനെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നല്ലത്. അല്ലാതെ നമ്മൾ റബ്ബിനെ അനുസരിച്ചത് കൊണ്ട് റബ്ബിന് അവന്റെ അധികാരത്തിൽ ഒന്നും കൂടാനൊന്നും പോകുന്നില്ല. റബ്ബിന്റെ അധികാരം എപ്പോഴും പെർഫെക്റ്റ് ആണ്, എപ്പോഴും പൂർണ്ണമാണ്. നമ്മളെല്ലാവരും റബ്ബിനെ ധിക്കരിച്ചു എന്നുള്ള റബ്ബിന്റെ അധികാരത്തിൽ ഒരു നഷ്ടവും റബ്ബിന് വരാൻ പോകുന്നില്ല. നഷ്ടം നമുക്കേ ഉള്ളൂ. നമ്മൾ റബ്ബിനെ ധിക്കരിച്ചാൽ നമ്മൾ നരകത്ത് പോകുന്നല്ലാതെ റബ്ബിന് എന്ത് ഷർറാ വരാൻ പോകുന്നത്? അവനൊരു ഷർറും ബാധിക്കാനില്ല. നമ്മൾ നന്നായി ജീവിച്ചാൽ നമുക്ക് സ്വർഗത്ത് പോകാന്നല്ലാതെ റബ്ബിന് അതുകൊണ്ട് ഒരു ലാഭവും കിട്ടാനില്ല. അവൻ എപ്പോഴും എല്ലാം തികഞ്ഞവൻ തന്നെയാണ്. നമ്മൾ കുറച്ചുപേര് അവനെ അനുസരിച്ചു എന്നുള്ളത് കൊണ്ട് റബ്ബിന്റെ അധികാരത്തിൽ ഒന്നും കൂടാൻ പോകുന്നില്ല. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല.
അതേപോലെ തന്നെ ചില ആളുകൾക്കിടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു വ്യക്തിത്വം. നമ്മൾ പകൽ മാന്യം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. വളരെ നല്ല, ആർക്കും കൂട്ടുകാർക്ക് അയാളെ പറ്റി ഒരു മോശം പറയാനില്ല, കുടുംബക്കാർക്കൊരു മോശം പറയാനില്ല, നാട്ടുകാർക്കൊരു ഒന്നും. ഒരാൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ പെർഫെക്റ്റ് ആണ്. പക്ഷെ വീട്ടിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മോശം. നമ്മൾ മലക്കുകളെ പറ്റിയിട്ടുള്ള വിശ്വാസം പഠിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒരു ചിന്തയാണ്, ഇതൊക്കെ റബ്ബും കാണുന്നുണ്ട്, മലക്കുകളും കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ മലക്കുകൾ എല്ലാം എഴുതി വെക്കുന്നുണ്ട്. അല്ലെ? സൂറത്തുൽ കഹഫിൽ നമ്മൾ വായിക്കാം, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ഈ കിതാബ് കൈ കിട്ടുമ്പോ ആ കിതാബ് വായിച്ചിട്ട് ഇവൻ പറയുന്ന ആദ്യത്തെ വാക്കാണെന്ത്? ഇതെന്ത് കിതാബാണ് റബ്ബേ? അവൻ വിഷമത്തോടെ പറയാണ്, ഇതിൽ ചെറുതും വലുതും ഒരു വ്യത്യാസമില്ല, എല്ലാം ഇതിൽ പൂർണ്ണമായും എഴുതിയിട്ടുണ്ട്, ഒന്നുപോലും വിട്ട് കളഞ്ഞിട്ടില്ലല്ലോ എന്ന വിഷമത്തോടെ വിലപിക്കുന്ന ഒരു അവസരം അള്ളാഹ് ഖുർആൻ ഒരു ചെറിയ കാര്യം പോലും വിട്ടു തരൂല, എല്ലാം എഴുതി വെക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അത് പറയുമ്പോൾ റബ്ബ് അങ്ങേയറ്റം ക്രൂരനാണെന്നും ചിന്തിക്കരുതേ. ഇത്ര ചെറിയ തിന്മ പോലും വിട്ടുതരില്ല എന്നൊന്നും ചിന്തിക്കരുത്. അത് റബ്ബിനെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നബി ഹദീത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരു അടിമ ഒരു നന്മ പ്രവർത്തിച്ചാൽ ആ ആ ഒരു നന്മയുണ്ടല്ലോ, ഒരെണ്ണമാണ് ചെയ്തത്, ഒരു നന്മയെ ചെയ്തുള്ളൂ, പക്ഷേ അതിനെ ഏറ്റവും ചുരുങ്ങിയത് 10 എഴുതി വെക്കുക. 10 നന്മയായിട്ട് എഴുതി, ഏറ്റവും മിനിമം. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, 10 എന്നുള്ളത് കൂടി 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 അത് ചിലപ്പോൾ 700 വരെ എത്തും. ചിലപ്പോൾ അതിനേക്കാളും ചിലപ്പോൾ റബ്ബ് കൂട്ടും നന്മകൾ. തിന്മകളാണെങ്കിൽ എന്ത് ചെയ്യില്ല, എത്ര വലിയ തിന്മയാണെങ്കിലും ഒറ്റൊരു തിന്മയെ എഴുതുള്ളൂ. 2 എഴുതൂല, 3 എഴുതൂല, 4 എഴുതൂല, ഒരേ ഒരു തിന്മ. ഏറ്റവും മാക്സിമം ഒരു തിന്മ എഴുതുള്ളൂ. അത് തന്നെ ഉടനെ തന്നെ എഴുതൂല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മുസ്ലിം ആയൊരു വ്യക്തി ഒരു തിന്മ ചെയ്തു എന്ന് വിചാരിക്കാം. അവൻ തിന്മ ചെയ്ത് ആ തിന്മയുടെ മലക്കത് എഴുതാൻ പോകുമ്പോൾ നന്മ എഴുതി വെക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഈ മലക്കിനോട് പറയും, ഇപ്പൊ നീ അത് എഴുതരുത്, കുറച്ചൊന്ന് വെയിറ്റ് ആക്കണം എന്ന് പറയും. കുറച്ച് സമയം, ഒരു 6 മണിക്കൂർ, ഹദീസിലുള്ളത് 6 സാഅത്ത് എന്നാണ്. അത് മണിക്കൂർ എന്നല്ല, 6 സമയം എന്നുള്ള അർത്ഥമാണ്. അത് എത്രയാണ് കൃത്യമായിട്ട് അള്ളാഹു ആലം. എന്തായാലും കുറച്ച് സമയം നീ വെയിറ്റ് ആക്കണം. ഉടനെ തന്നെ നീ എന്ത് ചെയ്യരുത്, അത് എഴുതി വെക്കരുത്. കാരണം അവൻ തൗബ ചെയ്തേക്കാം. എന്നിട്ട് ആ സമയത്തിനുള്ളിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ ഈ തിന്മ ഇവന്റെ ഏടിൽ എഴുതി വെക്കപ്പെടുക പോലുമില്ല. ആലോചിക്ക, റബ്ബിന്റെ റഹ്മത്ത് എത്രമാത്രം വിശാലാണ്. അവൻ ആ സമയത്തിനുള്ളിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ചെയ്ത തിന്മ അത് റബ്ബ് അറിഞ്ഞു, ശരി തന്നെയാണ്, പക്ഷെ അത് എന്ത് ചെയ്യില്ല, ഖിയാമത്ത് നാളിൽ ഇവന്റെ കിതാബിൽ അത് രേഖപ്പെടുത്തപ്പെടൂല. ഇനിയിപ്പോ രേഖപ്പെടുത്തപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചോ, നമ്മളുടെ പ്രവർത്തനങ്ങൾ, നിസ്കാരം, വുളൂ ചെയ്യുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, ഖുർആൻ പാരായണം, സ്വതക്കകൾ നൽകുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്, ഇങ്ങനത്തെ നന്മകൾ കൊണ്ടത് പൊറുപ്പിക്കപ്പെടും. വൻപാപങ്ങളല്ലെങ്കിൽ, വലിയ ഗുരുതരമുള്ള ഗൗരവമുള്ള പാപങ്ങളല്ലെങ്കിൽ, ചെറിയ തിന്മകളാണെങ്കിൽ ഇത്തരം നന്മകൾ കൊണ്ട് പൊറുപ്പിക്കപ്പെടും. ഒക്കെ പോട്ടെ, നമ്മുടെ ശരീരത്തിൽ തറയ്ക്കുന്ന ചെറിയൊരു മുള്ള് തറച്ചാൽ നമ്മൾ അതിൽ ക്ഷമിച്ചാൽ പോലും നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ ഒരുപാട് വഴികൾ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, റബ്ബ് ഒരിക്കലും നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാനല്ല ഇഷ്ടപ്പെടുന്നത്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പുറത്തു തരാനാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സാന്ദർഭികമായി ഈ മലക്കുകളുടെ വിശ്വാസത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കിതാബുകളുടെ വിശ്വാസം. കിതാബുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ കിതാബ് എന്താ? ഖുർആനാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലെ റസൂലുമാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധിവിലക്കുകൾ കിതാബുകളിലൂടെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏതുപോലെ മൂസ അലൈഹിസ്സലാമിന് കിട്ടിയ കിതാബാണ് തൗറാത്ത്, ഈസ അലൈഹിസ്സലാമിന് കിട്ടിയ കിതാബാണ് ഇഞ്ചീൽ, അതുപോലെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് സബൂർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പല കിതാബുകൾ നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം.
വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കിതാബുകൾ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. അതേപോലെ ആ കിതാബുകളിൽ ഉള്ളത് അള്ളാഹുവിന്റെ സംസാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ അല്ലാത്ത ബാക്കി എല്ലാ കിതാബുകളും, സബൂർ ആയിക്കോട്ടെ, തൗറാത്ത് ആയിക്കോട്ടെ, ഇഞ്ചീൽ ആയിക്കോട്ടെ, ഇബ്രാഹിം നബിയുടെ സുഹഫ ആയിക്കോട്ടെ, കുറെ കിതാബുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, പല നബിമാർക്കും നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ കിതാബുകൾ ഖുർആൻ അല്ലാത്ത ബാക്കി എല്ലാത്തിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിലുള്ളത് പലതും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, അതിലില്ലാത്ത പലതും അതിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൽ റബ്ബിന്റെ സംസാരം ഏതാണ്, പിന്നീടുള്ള ആളുകൾ കടത്തിക്കൂട്ടിയ ഒറിജിനൽ ഫേക്ക് ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലേക്ക് എല്ലാ കിതാബുകളും മാറി. ഖുർആൻ അല്ലാത്ത എല്ലാ കിതാബുകളും മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അള്ളാഹുവിന്റെ കിതാബല്ലേ, അള്ളാഹു ഇറക്കി കൊടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് തൗറാത്തോ ഇഞ്ചീലൊക്കെ വായിക്കുന്നത് നമുക്ക് പാടില്ല. കാരണം നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല, ഇതിലെ ഹക്ക് എന്താണ് ബാത്തിൽ എന്താണെന്ന് വേർതിരിക്കാൻ കഴിയില്ല. പിന്നെ ഒരു വഴിയുണ്ട്, മറ്റൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? ഖുർആനിനോട് യോജിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഹക്കാണെന്ന് പറയാം. ഖുർആനിനോട് എതിരാകുന്ന കാര്യങ്ങൾ ബാത്തിലാണെന്ന് പറയാം. ആ ഒരു വഴിയുണ്ട്. ഇപ്പൊ ഉദാഹരണം, തൗറാത്തും ഇഞ്ചിയില്ലേ, ബൈബിള്, പുതിയ നിയമം പഴയ നിയമം എന്നാണ് അവർ പറയാറ്. അത് ഓതിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ഷിർക്കിനെ ന്യായീകരിക്കാറുണ്ട്. അവർ ചെയ്യുന്ന പച്ചയായ ഷിർക്കിനെ അവർ ന്യായീകരിക്കാറുണ്ട്. അത് നമുക്ക് കണ്ണടച്ച് പറയാം, നിസ്സംശയം പറയാം, അത് അവർ കടത്തിക്കൂട്ടിയതാണ്. അത് ആ കിതാബിലുള്ളതല്ല, അത് അവർ കടത്തിക്കൂട്ടിയതാണ്. ഇതേപോലെ ഒരുപാട് വിധിവിലക്കുകൾ, ഖുർആൻ എതിരാകുന്ന ധാരാളം വിധിവിലക്കുകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ഖുർആനിനോട് യോജിക്കുന്ന പലതും കാണാനും സാധിക്കും. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടുള്ള സന്തോഷ വാർത്ത, അത് ഈസാ നബി തന്റെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. സൂറത്ത് സഫിൽ കാണാം. എല്ലാ നബിമാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈസാ നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേക അള്ളാഹ് ഖുർആനിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇതെന്ത് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആനിനോട് യോജിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരിഫൈ ചെയ്യാൻ പറ്റും, അത് ശരിയാണ്. അതല്ലാത്ത ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വെരിഫൈ ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം എല്ലാം കൂടിക്കലർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വായിക്കുന്നത് പാടില്ല, ശരിയല്ല, പാടില്ലാത്ത കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എങ്കിലും അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്, ഗൗരവമുള്ള വിഷയമായതുകൊണ്ട്. ഈ കിതാബുകളുടെ എല്ലാം വാലിഡിറ്റി കഴിഞ്ഞു, അല്ലെ, നമ്മൾ എക്സ്പയർഡ് ആയി എന്ന് പറയും. ആ കിതാബുകളുടെ എല്ലാം എക്സ്പയറി ഡേറ്റ് അവസാനിച്ചു എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരാൾക്ക് കറണ്ട് സിറ്റുവേഷനിൽ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് എത്തണം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, നരകത്തിന് രക്ഷപ്പെടണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് ഖുർആനെ പിൻപറ്റുക എന്നുള്ളതല്ലാത്ത വേറൊരു വഴിയും അയാൾക്കില്ല. വേറൊരു വഴിയില്ല. അയാൾക്ക് തൗറാത്തിനെ ഇപ്പോ തൗറാത്ത് വായിച്ച് അതിനനുസരിച്ച് ജീവിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ ഇന്നത്തെ കാലത്ത് കഴിയില്ല. പണ്ട് പറ്റുമായിരുന്നു. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മൂസാ നബിന്റെ പിന്മുറക്കാൽ അദ്ദേഹത്തിന് പിൻപറ്റിയ ആളുകളിൽ തൗറാത്ത് കൃത്യമായി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിൽ ഒരാൾ വിശ്വസിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മാറ്റം വരുത്തി ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ കാലത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് അവതരിപ്പിച്ച് കിട്ടിയ ഖുർആൻ പിൻപറ്റുകയല്ലാതെ വേറൊരു മാർഗവും വേറൊരു വഴിയും ഇല്ല. അതിനുശേഷമുള്ള റസൂലുമാരുടെ വിശ്വാസത്തെ നമുക്ക് അടുത്ത സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ അതിനനുസരിച്ച് നല്ല മാറ്റങ്ങൾ വരുത്തുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.